നമസ്കാരം. നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളും പ്രകൃതിയുടെ നിശബ്ദമായ പോരാട്ടങ്ങളും ഒപ്പം നമ്മുടെ ഉദ്യോഗസ്ഥർ നേരിടുന്ന പുതിയ കാല വെല്ലുവിളികളും നിറഞ്ഞ ഒരു കഥയാണിത്. കേവലം കുറച്ച് ഡാമുകളുടെ ചരിത്രം മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, മറിച്ച് ഒരു സംസ്ഥാനം ഊർജ്ജത്തെയും പരിസ്ഥിതിയെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന്റെ വളരെ കൃത്യമായൊരു ചിത്രമാണ് ഇവിടെ ചുരുളറിയുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. കേവലം കുറച്ച് കോൺക്രീറ്റും മെഗാവാട്ടുകളും മാത്രമല്ല ഈ കഥയിലുള്ളത്. നമ്മുടെ നാടിന്റെ ഊർജ്ജത്തിന് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെയാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു പരിസ്ഥിതി വിപ്ലവത്തിന് തിരികൊളുത്തിയതെന്നത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഈയൊരു ചോദ്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. കാരണം ഇതിന്റെ ഉത്തരമാണ് കേരളത്തിന്റെ ഇന്നത്തെ പാരിസ്ഥിതിക ബോധത്തെ തന്നെ രൂപപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം, ഊർജ്ജത്തിന്റെ ഉദയം. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വലിയ അണക്കെട്ടുകളെ ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളെന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അത്രത്തോളം പ്രാധാന്യമാണ് അന്ന് ഇത്തരം പദ്ധതികൾക്ക് നൽകിയിരുന്നത്. നമ്മുടെ ഊർജ്ജ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ ഒന്ന് ശ്രദ്ധിച്ച്. തുടക്കം മദ്രാസ് സർക്കാരിന്റെ ജലസേചനത്തിനായി നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിലാണ്. പിന്നീട് 1940-ൽ ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ ദീർഘവീക്ഷണത്തിൽ മുതിരപ്പുഴയിൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വന്നു. അതൊരു വലിയ തുടക്കമായിരുന്നു. ഒടുവിൽ 1976-ൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ ഇടുക്കി ഡാം യാഥാർത്ഥ്യമായതോടെയാണ് ആ യാത്ര ഒരു പുതിയ തലത്തിലെത്തിയത്. ഇനി ഭീമന്മാരുടെ ഉദയം. പള്ളിവാസലിൽ നിന്നും മാറി വളരെ വലിയ ജലവൈദ്യുത പദ്ധതികൾ വേണമെന്ന് കേരളം തീരുമാനിച്ച സമയമായിരുന്നു അത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇടുക്കി പദ്ധതിയുടെ ആ ഭീമമായ ഉൽപ്പാദനശേഷി 780 മെഗാവാട്ടാണ്. കാനഡയുടെ സാങ്കേതിക സഹായത്തോടെയാണ് നമ്മളത് സാധ്യമാക്കിയത്. ഒരു വലിയ ആർച്ച് ഡാം ഉൾപ്പെടെ 3 അണക്കെട്ടുകൾ ചേർന്ന ഈ പദ്ധതി അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഊർജ്ജമേഖലയുടെ നട്ടെല്ലായി മാറി. ഈ ഭീമന്റെ ഹൃദയം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മൂലമറ്റത്താണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. പാറക്കെട്ടുകൾക്കുള്ളിൽ വളരെ സുരക്ഷിതമായി നിർമ്മിച്ച ഒരു യഥാർത്ഥ എഞ്ചിനീയറിംഗ് അത്ഭുതം. ഇതിനുള്ളിലാണ് 6 കൂറ്റൻ ജനറേറ്ററുകൾ രാപ്പകലില്ലാതെ നമുക്കായി പ്രവർത്തിക്കുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ്. വനത്തിന്റെ ശബ്ദം. അണക്കെട്ടുകൾക്കും വികസനത്തിനുമൊപ്പം നിന്ന കേരളം സൈലന്റ് വാലിയിലൂടെ മറ്റൊരു പുതിയ തിരിച്ചറിവിലേക്ക് എത്തുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു വലിയ പോരാട്ടമായിരുന്നു. ഒരു വശത്ത് കുന്തിപ്പുഴയിൽ അണക്കെട്ട് കെട്ടി 8 ചതുരശ്ര കിലോമീറ്റർ വരുന്ന മഴക്കാടുകൾ മുക്കാനായിരുന്നു KSEBയുടെ പ്ലാൻ. പക്ഷേ മറുവശത്ത് ലോകത്ത് മറ്റെങ്ങും കാണാത്ത അപൂർവ സസ്യങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളും. വികസനവും പ്രകൃതിയും തമ്മിലുള്ള നേരിട്ടുള്ളൊരു യുദ്ധമായിരുന്നു അത്. ഇത് നമുക്ക് കാട്ടിത്തരുന്ന ഏറ്റവും മനോഹരമായ കാര്യം ആ കൂട്ടായ്മയാണ്. ശാസ്ത്രജ്ഞരും കവികളും നാട്ടുകാരും ഒന്നിച്ചണിനിരന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഡാമിന്റെ ദോഷങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഡോക്ടർ സാലിം അലിയെപ്പോലുള്ളവർ ഈ വനത്തിനായി വാദിച്ചു. ഒപ്പം സുഗതകുമാരി ടീച്ചറുടെ മരത്തിന് സ്തുതി എന്ന കവിത ആ പ്രക്ഷോഭത്തിന്റെ ആത്മാവായി മാറി. ആ ഒരു കൂട്ടായ്മ ശരിക്കും ചരിത്രം തിരുത്തിക്കുറിച്ചു. അങ്ങനെ ഒടുവിൽ ആ വലിയ വിജയമെത്തി. 1984-ൽ സൈലന്റ് വാലിയെ ഔദ്യോഗികമായി ഒരു നാഷണൽ പാർക്കായി സർക്കാർ പ്രഖ്യാപിച്ചു. ലോകചരിത്രത്തിൽ തന്നെ വ്യവസായവൽക്കരണത്തിനു മുകളിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നേടിയെടുത്ത് വളരെ അപൂർവവും ചരിത്രപരവുമായ ഒരു നേട്ടമായിരുന്നു അത്. ഇനി നമ്മുടെ അവസാന ഭാഗം, തുരുമ്പെടുക്കുന്ന സാമ്രാജ്യം. ഈ പഴയകാല ഊർജ്ജഭീമന്മാർക്ക് ഇന്നത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. CAG ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ശരിക്കും നമ്മളെ ഒന്ന് അമ്പരപ്പിക്കും. കൃത്യമായി അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതും ഒപ്പം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളും ഈ സിസ്റ്റത്തെ എങ്ങനെ ബാധിച്ചു എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. കാലപ്പഴക്കം ചെന്ന യന്ത്രങ്ങളും അനാസ്ഥയും കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു ശതമാനം വൈദ്യുതിയാണ്. ഈ കണക്കുകളൊന്ന് നോക്കിയേ. കുറ്റ്യാടി പദ്ധതിയിൽ പെൻസ്റ്റോക്ക് പൈപ്പ് മാറ്റാൻ വൈകിയത് കാരണം മാത്രം നമുക്ക് നഷ്ടപ്പെട്ടത് 178 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. അതുപോലെ വിയർ നിർമ്മാണത്തിലെ പിഴവ് കാരണം റണ്ണറിനുണ്ടായ തേയ്മാനം വരുത്തിവെച്ചത് 133 ദശലക്ഷം യൂണിറ്റിന്റെ നഷ്ടവും. ഇതിന്റെയൊക്കെ ഫലമായി നമ്മൾ കോടികൾ കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ 2017-ൽ ശബരിഗിരി ഡാമിലെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ KSEB 5 കോടിയോളം രൂപ ചിലവാക്കി. പക്ഷേ അവർ ഇൻസ്റ്റാൾ ചെയ്തത് വിൻഡോസ് 7-ൽ മാത്രം വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. ആലോചിച്ചു നോക്കൂ, വിൻഡോസ് 10 വന്ന് വർഷങ്ങൾ കഴിഞ്ഞ സമയത്താണ് യാതൊരു അപ്ഡേറ്റും കിട്ടാൻ പോലുമില്ലാത്ത ഒരു പഴയ സിസ്റ്റത്തിനു വേണ്ടി നമ്മൾ കോടികൾ കളഞ്ഞത്. അപ്പോൾ മുന്നോട്ടുള്ള വഴി എന്താണ്? പള്ളിവാസൽ മുതൽ ഈ CAG റിപ്പോർട്ട് വരെ നമ്മൾ കണ്ട കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. വികസനവും സംരക്ഷണവും
ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി ഒരു ചോദ്യം ഞാൻ നിങ്ങളിലേക്ക് വിടുകയാണ്. ഒരു വശത്ത് തകരാറിലായ ഈ വലിയ അണക്കെട്ടുകളെ നമ്മൾ സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കേണ്ടതുണ്ട്. മറുവശത്ത് സൈലന്റ് വാലി പോലുള്ള നമ്മുടെ പ്രകൃതിയെ കേടുപാടുകൾ കൂടാതെ കാത്തുസൂക്ഷിക്കുകയും വേണം. ഈ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ നമുക്ക് ശരിക്കും സാധിക്കുമോ? വൈദ്യുതിയും വികസനവും നമുക്ക് വേണം. എന്നാൽ അതിന് നാം നൽകേണ്ടിവരുന്ന യഥാർത്ഥ വില എന്താണ്? ഇതിനെക്കുറിച്ച് തീർച്ചയായും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. നന്ദി.